കോൺഗ്രസിനെ മടുത്തിട്ടല്ല, നേതാക്കളെ മടുത്തിട്ടാണ് പാർട്ടി വിട്ടതെന്ന് ബി.ജെ.പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ. അല്പമെങ്കിലും തന്നെ കേൾക്കാൻ തയ്യാറായത് കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണെന്നും അദ്ദേഹത്തിന് മുന്നിൽ താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും പത്മജ പറയുന്നു. ഒരുപാട് നേതാക്കളുടെ അടുത്തു പോയി നാണം കെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. തന്റെ അച്ഛനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അച്ഛന്റെ ശാപമാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് തോന്നാറുണ്ടെന്നും അവർ പറയുന്നു. തന്റെ പാർട്ടി മാറ്റത്തിൽ കെ മുരളീധരൻ വിരണ്ടു പോയെന്നും അതുകൊണ്ടാണ് തൃശൂരിലേക്ക് ഓടിയതെന്നും പത്മജ പറയുന്നു. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിൽ സഹോദരിയായതെന്ന് പറഞ്ഞതൊന്നും മറന്നിട്ടില്ല. എന്നെ ചീത്ത പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കട്ടെ. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടില്ല. ബി.ജെ.പിക്ക് കാൽ കാശിന്റെ ഗുണമില്ലെന്ന് പിന്നെ എന്തിനാണ് പറയുന്നത്? എന്തിനാണ് ഇന്നലെ വടകരയിൽ നിന്ന് ഓടി തൃശൂരിലേക്ക് പോയത്? ഞാനൊന്നും അല്ലെങ്കിൽ എന്തിനാണ് അവസാനം ഈ കളി കളിച്ചത്? പത്മജ ചോദിക്കുന്നു. വിറളി പൂണ്ടുകൊണ്ടാണ് തന്നെ ചീത്ത വിളിക്കുന്നത്. മനസമാധാനത്തിന് വേണ്ടി വിളിക്കുന്നതാണത്. അച്ഛൻ പോയപ്പോൾ അച്ഛനെ വരെ വിളിച്ചിട്ടുണ്ട്. അളമുട്ടിയാൽ ചേരയും കടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ചേട്ടനായി പോയി. അനിയനായിരുന്നുവെങ്കിൽ 2 അടി കൊടുക്കാമായിരുന്നെന്നും പത്മജ പറയുന്നുണ്ട്. അതേസമയം പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നതിൽ CPM-ന് പങ്കുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുള്ള വിരമിച്ച IPS ഉദ്യോഗസ്ഥനാണ് ഇതിനു പിന്നിലെന്ന് സതീശൻ പറയുന്നു. വിരമിച്ച ശേഷവും കേരളത്തിൽ സുപ്രധാന പദവി വഹിക്കുന്ന അദ്ദേഹമാണ് പത്മജയുടെ ബി.ജെ.പി പ്രവേശനത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. പത്മജ ബി.ജെ.പിയിലേക്ക് പോയതിൽ ഏറ്റവും സന്തോഷം CPM നേതാക്കൾക്കായിരുന്നു. കോൺഗ്രസിനെ ദുർബലമാക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് അത്. എന്നാൽ അവർക്ക് തെറ്റിപ്പോയി എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് പറയാനുള്ളത്. വരുന്ന ദിവസങ്ങളിൽ ഇതിന് മറുപടി പറയും. ആരാണ് സംഘപരിവാറിനെതിരെ പോരാടുന്നതെന്നും ആരാണ് സംഘപരിവാറുമായി സന്ധി ചെയ്തതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്നലെ രാത്രി വൈകി മാധ്യമങ്ങൾ കണ്ടപ്പോഴും പത്മജയുടെ ബി.ജെ.പി പ്രവേശനത്തിൽ CPM-നെതിരെ വി.ഡി. സതീശൻ രംഗത്തെത്തിയിരുന്നു. വിരമിച്ച മുൻ IPS ഉദ്യോഗസ്ഥനാണ് ഇടനിലക്കാരനായതെന്നും ആരോപിച്ചു. മുൻ DGP ലോക്നാഥ് ബെഹ്റയെ ആണോ ഉദ്ദേശിച്ചതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് നിങ്ങൾ തന്നെ അന്വേഷിക്കൂ എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്നു തന്നെ പ്രഖ്യാപിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനത്തിനു ശേഷം കൂടുതൽ പറയാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.